ഹായ് കൂട്ടുകാരെ, വീട്ടിലേക്ക് വിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേ കണ്ടില്ലേ, കുക്കറിനകത്ത് തിളച്ച് കിടക്കുന്ന പായസമാണ്. വെറും പായസമല്ല, പാൽ പായസം. നമുക്ക് ഓണമൊക്കെ ഇങ്ങ് വന്നല്ലോ, അതുകൊണ്ട് ഒരു പായസം വെക്കാമെന്ന് വിചാരിച്ച്. പച്ച അരിയിലാണ് ഞാൻ ഈ പാൽ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പായസം എങ്ങനെ തയ്യാറാക്കിയെന്ന് കാണിച്ചു തരാം, വായോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. ഞാൻ ഇതിനെ രാവിലെ ഒരു 5 മണിക്കൂർ കുതിരയായിട്ടിരുന്നു. ഈ പച്ചരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ കരുതിയാണ് ഞാൻ കുതിരയായിട്ടിരുന്നത്. പക്ഷെ പച്ചരി നമ്മൾ കുതിർക്കാതെ വേവിച്ചാൽ അതിൻ്റെ അകം വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് കുതിർത്തെടുത്തത്. ഇനിയൊരു കുക്കർ കഴുകി നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചരി വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ചെറിയ കോപ്പയിൽ 2 കോപ്പ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അടപ്പ് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. ഈ പച്ചരി കുക്കറിൽ നിന്ന് വേകട്ടെ, നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. എന്തായാലും പച്ചരി ഇവിടെ നിന്ന് വേകട്ടെ, നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കുഞ്ഞ് ജാർ എടുത്തിട്ട് ഒരു 5 ഏലക്ക കഴുകിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂണിന് 4 സ്പൂണാണ് പഞ്ചസാര എടുത്തത്. നിങ്ങൾക്ക് മധുരം എങ്ങനെ വേണം അതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്കിനി പെട്ടെന്ന് ഇതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാരയും ഏലക്കായും നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിതിനെ അടച്ചു മാറ്റി അങ്ങോട്ട് വെക്കാം. നമ്മൾ കുക്കറിൽ വെച്ച് പച്ചരി വെന്തിട്ടുണ്ട്. എൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മളെ പച്ചരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പരുവം. പാൽ പായസത്തിന് ആവശ്യമുള്ളത് പാലാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിൽമയുടെ 1.5 കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവൻ പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയിൽ വെച്ച് എന്നെ ഒന്ന് കുറുക്കി ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 2 പേരുള്ളത് കൊണ്ടാണ് ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി എടുത്തിട്ട് കുക്കറിലോട്ട് വേവിക്കാൻ വെച്ചതും കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളെ വീട്ടിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ ഇത് വെക്കാം. ഈ പാലി കിടന്ന് ഈ പച്ചരി ഒന്നുകൂടി വേകാൻ കരുതി നമുക്ക് അടി പിടിക്കാതെ ഇളക്കിയിട്ട് കൊടുക്കാം. ഞാനൊരു 5 മിനിറ്റ് നേരം ചെറു തീയിൽ നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരുന്നേ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു മാറ്റി വെച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തില്ല, പഞ്ചസാര ഏലക്കായും കുറച്ചാണ് ഇട്ട് കൊടുത്തത്. മധുരം നോക്കിയതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ഏലക്കായും പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഞാനിപ്പം മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പം ബാക്കി മാറ്റി വെച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തവി കൊണ്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പം കറക്റ്റ് മധുരത്തിൽ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിപ്പഴമോ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പാൽ പായസമാണ്. ഇനി 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കറക്റ്റ് 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതാണ് പരുവം. ഇതിൽ കൂടുതൽ, കാരണം നെയ്യ് വേണ്ട ഇതിന്, എന്നാലും നമുക്ക് ഞാനൊരു ശകലം ഇട്ട് കൊടുത്തതാണ്. ഇനി ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം.
നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി. ഞാനിതാ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പോലും വേണ്ട ഈ പാൽപ്പായസം തയ്യാറാക്കാൻ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റേ ദിവസം മറ്റൊരു പാചകവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഹാപ്പി ഓണം.